ആളിക്കത്തിയ വിവാദങ്ങൾക്ക് പിന്നാലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ കൂട്ടരാജി ഇന്നുണ്ടായി. 17 പേരടങ്ങുന്ന ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ചു കഴിഞ്ഞു. ജനറൽ ബോഡി യോഗത്തിൽ വരവ് ചെലവ് കണക്കുകളെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ ഒരു രാജിയിൽ കലാശിച്ചത് എന്നാണ് റിപ്പോർട്ട്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ശ്വേത മേനോൻ അമ്മയുടെ അംഗത്വം തന്നെ ഉപേക്ഷിക്കുന്നുവെന്നും പ്രതികരിച്ചു. പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാൻ രമേശ് പിഷാരടി കൺവീനറായ അഡ്ഹോക് കമ്മിറ്റിയും രൂപീകരിച്ചു. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കിടയിലെ ആരോപണ പ്രത്യാരോപണങ്ങളും കേസും വഴക്കും ജനറൽ ബോർഡിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ അത് ഏതറ്റം വരെ പോകും എന്നുള്ള സംശയം ആദ്യം ഉണ്ടായിരുന്നു. തുടങ്ങിയപ്പോൾ തന്നെ കണക്കുമായി ബന്ധപ്പെട്ടായിരുന്നു അംഗങ്ങൾ തർക്കം ഉന്നയിച്ചത്. ശ്വേത മേനോൻ ഒരു ഘട്ടത്തിൽ തൻ്റെ രാജി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ രാജി പ്രഖ്യാപിച്ച ശ്വേത മേനോനെ അനുനയിപ്പിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉള്ളവർ തന്നെ മടക്കിക്കൊണ്ടുവന്നു. വാർഷിക കണക്ക് അംഗീകരിക്കാൻ 45 ദിവസം കൂടി വേണം എന്ന് ശ്വേത ഒരു ആവശ്യം ജനറൽ കമ്മിറ്റിക്ക് മുന്നിൽ വെച്ചു. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ കമ്മിറ്റി തയ്യാറായില്ല. ഗത്യന്തരമില്ലാതെ ശ്വേതയ്ക്കും കൂട്ടർക്കും രാജിവെക്കുക അല്ലാതെ മറ്റൊരു പോംവഴി ഇല്ലായിരുന്നു. അങ്ങനെയാണ് ശ്വേത കമ്മിറ്റിയിൽ രാജി പ്രഖ്യാപിച്ചത്. ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. നമ്മൾ വന്ന കമ്മിറ്റീൻ്റെ എല്ലാം കണക്ക് കറക്റ്റാണ്. അതിൻ്റെ മുമ്പേ ബാബുരാജേട്ടൻ ചെയ്ത കമ്മിറ്റീൻ്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഇതിന് പാവകളായില്ലെങ്കിൽ ആ സ്ഥാപനം ഓടിക്കാൻ പറ്റില്ല. പാവമാവാൻ ഞാൻ റെഡിയല്ല. രാജിവെച്ചൊഴിഞ്ഞ ശ്വേത മേനോനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും പുറത്തു പോയതിന് പിന്നാലെ ശേഷിച്ച ജനറൽ ബോഡി അംഗങ്ങൾ ചേർന്ന് അഡ്ഹോക് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയായിരുന്നു. പാലക്കാട് MLA കൂടിയായ രമേശ് പിഷാരടിയാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനർ. ഗണേഷ് ഉൾപ്പെടെയുള്ളവരും അഡ്ഹോക് കമ്മിറ്റിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇവർ ഇനി അമ്മയുടെ ഭരണം നിയന്ത്രിക്കും. ഞങ്ങളെടുത്ത തീരുമാനം കുറ്റാരോപിതർ ഭാരവാഹി സ്ഥാനത്തിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളെടുത്ത തീരുമാനമാണ്. കുറ്റാരോപിതനെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കമ്മിറ്റിയിൽ എടുത്തത് എന്ന ചോദ്യം മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വരുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആരും തന്നെ ഈ അടുത്ത ഇലക്ഷനിലും ഉണ്ടാവില്ല. 4 മാസമാണ് കാലാവധി. അതിനുള്ളിൽ തെരഞ്ഞെടുപ്പും ഈ കമ്മിറ്റി നടത്തും. മോഹൻലാൽ ജനറൽ ബോർഡിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: അമ്മയെ തകർക്കാൻ ആർക്കും കഴിയില്ല. വലിയ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് അമ്മ ഇവിടം വരെ എത്തിയത്. ആന്റണി ഗ്രിഗറിക്കൊപ്പം SL ഉൺശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.